So, this is the time to thrill to share this special milestone with all our distinguished guests. That's our dream. So, തിരുവനന്തപുരത്തിൽ 1995 1960 ഈ പള്ളിക്കാக நிலம் தானமாக தந்த திரு செல்லையா கோனார் வர்ண கூடாரத்திற்காக LSS ஆரிய ராஜேந்திரன் அவர்களை ശ്രീ LP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം ഞാൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. വർണ്ണക്കൂടാരം എന്ന പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന നമ്മുടെ കുരുന്നുകൾക്ക് വർണ്ണങ്ങളുടെ ഒരു പുതിയ ലോകം തുറന്നു നൽകിയാണ് ഈ വിദ്യാലയം. ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വിദ്യാലയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചിത്രം സന്തോഷം നിറഞ്ഞതും ആകർഷകവുമാണ്. ഓരോ കുട്ടിയും പഠനത്തെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് എനിക്ക് അവസാനമായി സംസാരിക്കാനുള്ളത്. കളിസ്ഥലവുമെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ സർക്കാർ എപ്പോഴും നിങ്ങളോടൊപ്പമുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പുഞ്ചിരിയാണ് ഈ നാടിന്റെ ഭാവി. ഈ വർണ്ണക്കൂടാരം മധ്യ നമ്മുടെ കുരുന്നുകളുടെ ശോഭനമായ ഭാവിക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം തമിഴ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ മലയാളം മീഡിയവും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയവും ഒക്കെ ഉൾപ്പെട്ടതാണ്. എന്നാൽ തമിഴിന്റെ തനിമ നിലനിർത്താൻ മറ്റ് ഭാഷകളുമായി അങ്ങനെ ഇഴുകിച്ചേരാതെ തമിഴിന്റെ തന്നെ സൗന്ദര്യം നിലനിർത്തി പോകുന്ന വ്യത്യസ്തമായൊരു കലാലയമാണ് ഗവൺമെന്റ് തമിഴ് LP സ്കൂൾ എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. പ്രസംഗം തന്നെ നല്ല ഇമ്പമുള്ളതായി അൻപാർന്ന സ്വാഗത പ്രസംഗം. ഇവിടെ ഈ അവതാരകർ ഇംഗ്ലീഷുകാരുടെ തമിഴ് മീഡിയമായി മാത്രം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് സ്വകാര്യ സ്കൂളുകളിലേക്ക് ഇങ്ങനെ മാറി 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 പോകുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ട്. കസേര വേണം, നല്ല ബെഞ്ച് വേണം, കളിക്കാനുള്ള സൗകര്യം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് സ്വകാര്യ സ്കൂളിന് വെല്ലുന്ന സൗകര്യങ്ങൾ ഇപ്പൊ കേരളത്തിൽ ആകെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ കർണാടകയിൽ നിന്ന് വന്നൊരു കോൺഗ്രസ് മന്ത്രി, റവന്യൂ മന്ത്രി ഗൗഡ രാജ പറഞ്ഞത് കേരളം ലോകത്തിനാകെ മാതൃകയായിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത്. ഇന്ത്യയിൽ കേരളം തിളങ്ങുകയാണ് വിദ്യാഭ്യാസ രംഗത്ത്. പറഞ്ഞതാരാ? ഞങ്ങളല്ല. കർണാടകയിൽ ഭരിക്കുന്നതാരാ? കോൺഗ്രസ് പാർട്ടി. ഇന്നലെ പറഞ്ഞ മന്ത്രി ഏത് പാർട്ടിക്കാരനാ? കോൺഗ്രസ് പാർട്ടിക്കാരൻ. ആലപ്പുഴയിൽ വന്ന് പ്രസംഗിക്കുന്നത് ആർക്ക് വേണ്ടി? സാധാരണ കുഞ്ഞോടി 1 കിലോമീറ്റർ അമ്മയുടെ മുമ്പേ ഓടും, ഇറങ്ങി ഓടും. അമ്മ ഇങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് തയ്യാറാവുക. അതുകൊണ്ടല്ലേ കൂടെ അപ്പോ മോഹൻലാലിന്റെ കഴിവ്
ഇവിടുത്തെ MLAയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി രാജു വളരെ ആകർഷകമായി തന്നെയാണ് ഒരു സ്കൂളിൻ്റെ ചരിത്രവും നമ്മുടെ 1 കോടി രൂപ മുടക്കി നമുക്ക് സരസമായി നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന വിധം സൂചിപ്പിച്ചു കഴിഞ്ഞു. പുതിയ കെട്ടിടം നിർമ്മിച്ചത് അത് വേറെ ഞാൻ ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് 3-ാമത്തെ റിക്വസ്റ്റ് കൊടുത്തതിന്റെ കോപ്പിയാണ് കേട്ടോ. ഇത് മറ്റേ അവിടെ കൊടുത്തതിന്റെ കോപ്പിയാണ് കേട്ടോ. ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കേട്ടോ. ഒരുപാട് സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണം അതല്ലേ? ഓ അതിനാ ഡീറ്റെയിൽ ഞാൻ കൊടുത്തു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് വയ്യ കേട്ടോ. ചെയ്യാൻ പറ്റും. അല്ല അതിനിപ്പോ കുറെ താമസിക്കും. അത് വന്ന് അത് ഡോക്യുമെന്റിയുടെ കാര്യം നിയമസഭയിൽ പറഞ്ഞിട്ടല്ലേ ഉൾപ്പെടുത്തിയത്. അത് ഓക്കെ, അതൊക്കെ നല്ല കാര്യം. ആരും ഉൾപ്പെടുത്തിയില്ലല്ലോ. ഇല്ലില്ല. வந்திருக்கிறத பார்க்கும்போது ரொம்ப மகிழ்ச்சியா இருக்கிறது. ஏன்னா நான் என்ன சொல்றேன்னா நாம இதை பயன்படுத்தணும், அதுதான் முக்கியம். மாணவிகள் நமக்கெல்லாம் ரொம்ப கஷ்டமா இருக்கும். ஆனா படிப்புன்னு சொல்றது வந்து പള്ളിക്കൂടത്തേക്ക് 1 കോടി രൂപ തന്ന இந்த அரசாங்கத்திற்கும் അതേപോലെ വിഷയം വന്നാലും സഹായിക്കാനായിട്ട് വളരെ ചുരുക്കം ആളുകൾ ഇല്ല. ഇവിടെ വരുമ്പോൾ ആരും അതിന് മുന്നിട്ടിറങ്ങാത്തൊരു സന്ദർഭമായിരുന്നു. 2 பிள்ளைகளும் இங்கே தமிழ் மீடியத்தில் படிச்சுது. ஒன்று அமெரிக்காவில் சயின்டிஸ்டாக இருக்கா, பையன் கத்தரில் என்ஜினியராக இருக்கா. 2வது அக்கா சிண்டிகேட்லேருந்து வந்துருங்க. உங்கள் பக்கத்தில் உள்ளவங்கள்ட்டெல்லாம் சொல்லி நமக்கு இனி அடுத்தது டீச்சர் அற்புதமாக ஸ்கூலை கொண்டு வந்துட்டாங்க. அடுத்தது இந்த ஸ்கூலோட ஸ்ட்ரென்த்தை கூட்டணும். ഇതാണ് 4ാം ക്ലാസ്. கிளாஸ்மேட் ராஜ்குமார். நாங்கள்லாம் இங்கே 1ஆம் கிளாஸ்லேருந்து 4ஆம் கிளாஸ் வரை. അപ്പം അഭിരാമിയും ജീവനെയും ചോദിച്ചതായിട്ട് പറയണേ. നമ്മൾ പുള്ളി മറ്റേ ഇവിടുത്തെ ആ വീട്ടുകാർ ഇവരെ 2 മക്കൾ അമേരിക്കയിലാണ് കണ്ടത്. ചേച്ചി